ഹായ്, എൻ്റെ പേര് ലൈവ്ലി ലൈഫ് സ്റ്റൈൽസ് വിത്ത് അഭിരാമി എന്നാണ്. ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യും. നോട്ടിഫിക്കേഷൻ പിന്നെ മിസ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണാനും പറ്റും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബാത്ത് പൗഡറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മൾ ഫേസിൽ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യും, കഴുത്തിൽ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യും, കണ്ണിന് വേണ്ടിയിട്ട്, ചുണ്ടിന് വേണ്ടിയിട്ട് എല്ലാം ചെയ്യും. പക്ഷേ നമ്മൾ ഫേസ് ടാൻ, നമ്മുടെ ബോഡി ഫുള്ള് ടാൻ വരുമ്പോൾ നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യാതെ അങ്ങ് വിട്ട് കളയാറാണ് പതിവ് അല്ലേ. അപ്പോൾ നമ്മൾ ഇത് എല്ലാ ദിവസവും ചെയ്യണമെന്നൊന്നും പറയുന്നില്ല. നമ്മൾ വീക്ക്ലി വൺസ് അല്ലെങ്കിൽ ടോയ്സൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ബാത്ത് പൗഡറാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. റിസൾട്ട് നമുക്ക് നന്നായിട്ട് റിസൾട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. നമ്മുടെ ടാനിങ് ഒക്കെ മാറി ഇതിൽ ചെറിയ തരിതരിപ്പുണ്ട്, അതൊന്ന് സ്ക്രബായിട്ടും നമുക്ക് പാക്കായിട്ടും രണ്ട് രീതിയിൽ ഇത് എഫക്റ്റ് തരും കേട്ടോ. നമുക്ക് എപ്പോഴും നമ്മുടെ ഫേസൊക്കെ സ്ക്രബ് ചെയ്ത് അതിന് ശേഷം പാക്ക് ഇടുന്നത് പോലെ നമ്മുടെ ബോഡിയിൽ അങ്ങനെ മെനക്കെട്ട് ചെയ്യാൻ സമയമില്ല, നമ്മളാരും ചെയ്യാറുമില്ലല്ലേ. അപ്പോൾ ഈ ഒരു സ്ക്രബും പ്ലസ് പാക്കും കൂടെ ഉള്ള ഒരു ഇതാണ് ഇത്. നമ്മൾ അപ്ലൈ ചെയ്ത് 15 മിനിറ്റ് കഴിയുമ്പോൾ ഇതിൽ ചെറിയ തരിതരിപ്പുണ്ട്, അത് വെച്ചിട്ട് ഒന്ന് മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ബോഡി ഫുള്ളായിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാനും പറ്റും കേട്ടോ. ഇത് കുറേ എമൗണ്ട് എടുത്തിട്ട് നമ്മളൊരു ഡപ്പയ്ക്കകത്ത് എയറൊന്നും കയറാതെ രീതിയിൽ അടച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് 1 മന്ത് വരെ ഇത് യൂസ് ചെയ്യാൻ പറ്റിയൊരു ബാത്ത് പൗഡറാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട്. ആദ്യമായിട്ട് എടുക്കുന്നത് ബദാമാണ് കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് എടുക്കാം. ഞാൻ ഒരു 5-6 എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് മസൂർ ദാലാണ് എടുക്കുന്നത്. ഇത് നമ്മുടെ സ്കിൻ വൈറ്റനിങ് ആവാൻ വളരെയധികം നല്ലതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിയാണ് എടുക്കുന്നത്. അരി ഒരു സ്ക്രബായിട്ടും പ്രവർത്തിക്കും, സ്കിൻ വൈറ്റനിങ് ആവാനും അടിപൊളിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ എടുക്കുന്നത് കൂരവാണ് കേട്ടോ. കുഞ്ഞു പിള്ളേർക്കൊക്കെ കുറുക്കി കൊടുക്കില്ല, ആ ഒരു കൂരവാണ്. ഇതെല്ലാം കൂടി നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കുക. എന്നിട്ട് ഒരു ടിന്നിലിട്ട് അടച്ചു വെക്കുക കേട്ടോ, എയറൊന്നും കയറാതെ. നമുക്ക് ആവശ്യമുള്ള സമയത്ത് തേയില വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുക കേട്ടോ. ഇത് ബെസ്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തേയില വെള്ളം പഞ്ചസാരയൊന്നും ഇല്ലാതെ ഇതിൽ ചേർക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഇനി നമ്മളിത് ഇതാണ് ആ ഒരു ബാത്ത് പൗഡർ കേട്ടോ. ഇത് ഞാൻ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ പൊടി എടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്യുക, തേച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഫുള്ള് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ ബ്രൈഡലായിട്ടുള്ള പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കിത് 1 മന്ത് യൂസ് ചെയ്ത് നോക്കാൻ പറ്റിയൊരു പാക്കാണ്. അടിപൊളിയാണ് കേട്ടോ. 1 മന്ത് കൊണ്ട് നമുക്ക് നന്നായിട്ടിത് റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ നമ്മളെ ബോഡി ഫുള്ള് നമുക്ക് എവിടെയൊക്കെയാണോ ടാനുള്ള ബോഡി ഫുള്ള് യൂസ് ചെയ്യാം കേട്ടോ. 15 മിനിറ്റ് നമ്മളിത് അപ്ലൈ ചെയ്തിട്ട് വെക്കുക. അതിനുശേഷം ഇത് നമുക്ക് മസാജ് ചെയ്തിട്ട് കഴുകി കളയാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത് ഒന്ന് ഉണങ്ങിയിരിക്കുമായിരിക്കുമല്ലോ, വെള്ളം നനച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊരു മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ തരിതരിപ്പും ഉണ്ട്, ഒരു സ്ക്രബും ആവും. നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഇളകിപ്പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഒരു ബാത്ത് പൗഡർ എന്ന് പറയുന്നത്. ഇനി ഇത് വാഷ് ചെയ്തിട്ടും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഞാൻ വാഷ് ചെയ്തിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. കണ്ടോ, നന്നായിട്ട് കുറച്ചുകൂടി ഈ കൈയിനെയും കാട്ടിലും ഒരു തരി നിറം ഒന്ന് കൂടുതലുണ്ട് ഈ കൈക്ക്. അപ്പോൾ നിങ്ങൾ പറയും ഇതെന്തോ ഉടായിപ്പാണ്, എന്താ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തതാണ്. ഒന്നും അല്ലടോ. നിങ്ങൾ 2 കൈയിലും നിങ്ങൾ ടാൻ അടിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു കൈയിൽ മാത്രം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് അതൊന്ന് തുടച്ച് നന്നായിട്ട് സ്ക്രബ് ചെയ്തതിന് ശേഷം ഒന്ന് തുടച്ചിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് കാണാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ ദിവസം കൊണ്ട് എല്ലാ ടാനും മാറ്റും എന്നല്ല, പക്ഷേ നന്നായിട്ട് മാറ്റാൻ പറ്റും കേട്ടോ. ഇപ്പം ഞാനും വെയിലത്തൊക്കെ പോയിട്ട് ഒന്നും ചെയ്യാണ്ട് വന്നിരിക്കുകയാണ്. എനിക്ക് ഇതിനിപ്പോൾ എൻ്റെ കഴുത്തിലും ഫേസിലും മൊത്തവും നന്നായിട്ട് എനിക്ക് ഇത് അപ്ലൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത് കേട്ടോ. ലിപ്സ്റ്റിക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പുറത്തൊക്കെ പോയിട്ട് നന്നായിട്ട് എണ്ണ മഴയോ ഫേസ് ഫുള്ള് ഞാൻ വെറും പ്ലെയിൻ വാട്ടർ വെച്ചൊന്ന് കഴുകിയിട്ടുള്ളൂ കേട്ടോ. നന്നായിട്ട് ടാനൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇതിനി ഞാൻ എന്തായാലും കഴുത്തിലും ഫേസിലും ഫുള്ള് അപ്ലൈ ചെയ്യും. എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടാണ്. നിങ്ങൾ ബ്രൈഡലായിട്ടുള്ള പെൺപിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു റെമഡിയാണ് കേട്ടോ. പിന്നെ എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെ പാക്കുകൾ ഉപയോഗിച്ചാലും എന്തൊക്കെ ചെയ്താലും നമ്മുടെ ടാൻ പോവും. ഓക്കെ, നമ്മൾ ഒരു 2 ആഴ്ചയിൽ ഇപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ ടോയ്സൊക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് റിസൾട്ട് കിട്ടും. എന്നിരുന്നാലും നമ്മൾ പിന്നെയും റിട്ടേൺ വെയിലത്തോട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഇത് ബാക്ക് വരികയും ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാക്സിമം നിങ്ങൾ ഇതൊക്കെ ചെയ്തതിന് ശേഷം നമുക്കറിയാം നമ്മൾ ഫേസിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യും. നമുക്ക് കയ്യിലും കൂടി മാക്സിമം ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചാൽ അത്രയും നല്ലത് കേട്ടോ. അല്ലെങ്കിൽ കൈയൊക്കെ മറയുന്ന ഇത്രയും ഉള്ള ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുകയാണെങ്കിൽ കുറേയൊക്കെ ടാനിങ്ങിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എല്ലാവരെ കൊണ്ടൊന്നും പറ്റുന്ന കാര്യമല്ല. അപ്പോൾ പറ്റുന്നവർ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ.